ഗൈസ്, ക്ലാസ് ഇല്ലാത്ത എല്ലാ ദിവസവും നോമ്പിന് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ എൻ്റെ വെറൈറ്റി ഉണ്ടാക്കി കൊളാക്കൽ എൻ്റെ ഒരു നിർബന്ധമായി മാറിയതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. കൊളാകൽ കുറവാണ്, എന്നാലും അവിടെ ഒരു കൊളാകലുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടിരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ ഞാൻ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്തുണ്ടാക്കണമെങ്കിലും ഒരു 50% സക്സസ് ആകും, അതേപോലെ തന്നെ 50% ഫെയിലിയർ ആവട്ടോ. പിന്നെ അത് ഫ്ലോപ്പ് ആയാലും ഉമ്മച്ചീനെ കാണിക്കാൻ വേണ്ടി 2 വായി കഴിച്ചിട്ട് ഉമ്മച്ചീനെ കാണാണ്ട് കളയലാണ് ഞാൻ അധികം കേട്ടോ. ഉമ്മച്ചി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഫസ്റ്റേ പറയും എന്തെങ്കിലും ഉണ്ടാക്കണം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതി, ഞങ്ങൾക്ക് ആർക്കും വേണ്ട അറിയും. അത് ഉമ്മച്ചിക്ക് നന്നാവും എന്നറിയുകയാണെങ്കിൽ ഉമ്മച്ചി പറയും ഉണ്ടാക്കിക്കോന്ന്. പിന്നെ ഫ്രൂട്ട് സാലഡ് അങ്ങനെയൊന്നും കൊള്ളാവില്ലല്ലോ, ജസ്റ്റ് 5-6 ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അതിൽ ഐസ്ക്രീം ഇടാം, റെഡി ആയില്ലേ. അതുകൊണ്ട് ഉമ്മച്ചി പറഞ്ഞ് ഉണ്ടാക്കിക്കോന്ന്. അപ്പം ഞാൻ ഉപ്പച്ചി ടൗണിൽ പോയപ്പോൾ ഉപ്പച്ചീൻ്റെ എല്ലാ സാധനത്തിൻ്റെ ലിസ്റ്റും കൊടുത്തിട്ട് ഉപ്പച്ചീൻ്റെ തൊട്ട് വാങ്ങി തരുമോ ചോദിച്ചപ്പോൾ ഉപ്പച്ചി കണ്ണും പൂട്ടി ഓക്കെ പറഞ്ഞേ. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ 1-2 ഒന്നല്ല കേട്ടോ, ഞാൻ ലാസ്റ്റ് കാണിച്ചത് എത്ര എമൗണ്ട് ഉണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും കുറേ ആയിപ്പോയി. നോമ്പെടുത്താൽ എല്ലാവർക്കും ഒരു പിരാന്ത് കയറിയ എനിക്ക് പിരാന്താ. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കുറേ സാധനം വേണം എന്ന് പറഞ്ഞ മാതിരി കിട്ടുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. കൊളായാലും കുഴപ്പമില്ല, സക്സസ് ആയാലും കുഴപ്പമില്ല. മഗ്‌രിബിന് ശേഷമാണെങ്കിലോ ഒരു തുള്ളി സ്ഥലം ഉണ്ടാവില്ല പള്ളിയിൽ ഇതൊന്നും കയറ്റാൻ. ഞാൻ പറയുന്ന ഡയലോഗിലൊന്നും ശ്രദ്ധിക്കണ്ട, നിങ്ങൾ എന്തൊക്കെ ഫ്രൂട്ട്സ് ഇട്ടെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ചെറുപഴവും വലിയ പഴവും ഇടണമെന്നൊരു ഡൗട്ട് വന്നപ്പോൾ ഉപ്പച്ചി പറഞ്ഞ് 2 ഇട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ 2 ഇട്ട് കേട്ടോ. ഇനി ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ശരിക്കുള്ള ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക, അതോ ഇതല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്തിട്ട്. നിങ്ങൾ കണ്ടില്ലേ ഈ തളിക മൊന്ത നിറച്ചും ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ്, ഞാൻ കാണുന്ന പോലെ ഒന്നും അല്ലേന്നു. എൻ്റെ ഉമ്മച്ചി ഇത് കണ്ടിട്ട് എന്നെ ചീത്ത പറഞ്ഞത് മൊത്തം നിന്നെ കൊണ്ട് ഇട്ട് തീറ്റിക്കുമെന്ന് വരെ പറഞ്ഞു. പിന്നെ കുറച്ച് മാറ്റി വെച്ചത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തിനാന്ന് ഇടാം കേട്ടോ. പിന്നെ കസ്റ്റർഡ് പൗഡർ ആദ്യം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ വെച്ചാൽ അതൊക്കെ കുറച്ചുകൂടി എളുപ്പപ്പണി എന്താ ഐസ്ക്രീം അല്ലേ, അപ്പം ഐസ്ക്രീമും കൂടി ഇട്ടിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. കസ്റ്റർഡ് പൗഡർ ഇനി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ദിവസം ഉണ്ടാക്കുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട, കാരണം എൻ്റെ പുരയിലാണെങ്കിൽ ഒരു നിശബ്ദതയായിരിക്കും, കാടിൻ്റെ നടുക്കായതുകൊണ്ട്. ഇവിടെ ടൗൺ ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഫുള്ള് പോകുന്നതുകൊണ്ടാട്ടോ സൗണ്ട്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ ഇതിനകത്ത് കസ്കസും കൂടെ കുറച്ച് വാരിയിട്ടപ്പോൾ സമാധാനമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.